ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈസി ആയിട്ട് അടിപൊളിയായിട്ടുള്ള 3 ലഞ്ച് റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇതിപ്പം രാവിലെ 4:30 സമയം. ഞാൻ എക്സസൈസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇത്ര നേരത്തെ എണീറ്റത്. പിന്നെ മാത്രമല്ല, മോന് 7:30 ആവുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തും വേണം. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് സാധാരണ പോകാറ്. വർക്കൗട്ട് ഒരു 3/4 മണിക്കൂർ ചെയ്യും. അതിനുശേഷം കുളിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം അടുക്കളയിലേക്ക് കയറാൻ. എൻ്റെ ചാനലിൽ ഞാൻ 2-3 വീഡിയോസിന് മാത്രമേ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചിക്കൻ കറിയാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ചിക്കൻ കറി. ഞാനൊരു 3-4 അപ്പം അപ്പച്ചട്ടിയിൽ തന്നെ ചുടലുന്ന. ചെറിയ മോന് അപ്പച്ചട്ടിയിൽ തന്നെ ചുട്ട അപ്പമാണ്. ബാക്കിയൊക്കെ ഞാൻ ദോശക്കല്ലിൽ തന്നെ ചുട്ടെടുക്കലാണ്. ഈസ്റ്റ് ചേർക്കാണ്ട് കരിക്കും വെള്ളത്തിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ സെറ്റിൽഡ് ഇൻ കണ്ണൂരാണ്. പക്ഷെ ഇപ്പോൾ കുട്ടികൾ ഇവിടെ മാംഗ്ലൂരിലുള്ള കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. മോന് മൂത്ത ആള് ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ MBBS ഹൗസ് സർജൻസി ചെയ്യുന്നു. ചെറിയ ആള് ആർക്കിടെക്ചർ എഞ്ചിനീയർ ഇല്ലേ, അതിൻ്റെ 3rd ഇയർ ആയിട്ടേ ഉള്ളൂ. കുറച്ച് ദൂരെ കാണുന്ന ആ ബിൽഡിങ്ങില് അതാണ് ഏനപ്പോയ മെഡിക്കൽ കോളേജ്. എൻ്റെ ബാൽക്കണിയിൽ നിന്നാലുള്ള വ്യൂ ആണിത്. ചെറിയ മോൻ്റെ കോളേജ് ഒരു 3 കിലോമീറ്റേഴ്സ് ഇവിടുന്ന് പോകാനായിട്ട്. ഇപ്പൊ ഇവിടുന്ന് നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റില്ല. ഇനി തൊട്ട് താഴെ കാണുന്നത് ഒരു കോഫി ഫാക്ടറിയാണ്. കോഫി ബീൻസ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. കണ്ണൂരിലെ വീട്ടിലൊരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. അത് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാൽക്കണിയിൽ കുറച്ച് ചട്ടിയിലൊക്കെ ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇന്റീരിയർ പ്ലാന്റ്സും ഉണ്ട് ഇവിടെ. ഇനി ലഞ്ച് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചനാദാള് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് മജ്ജിക ഹുള്ളി എന്ന് പറഞ്ഞിട്ട് കർണാടകയിലെ ഒരു ഓതന്റിക് റെസിപ്പി ഉണ്ട്. ഒരു തൈരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ കുറുക്ക് കാളൻ്റെ എല്ലാം പോലെ ഒരു ടെക്സ്ചറാണ്. ബട്ട് എനിക്ക് തോന്നുന്ന ചനാദാൾ ഇട്ടിട്ടാണ് അത് ഇങ്ങനെ കുറച്ച് കുറുകി വരുന്നത്. നമ്മൾ തൈരിങ്ങനെ കുറുക്കി ആക്കിയിട്ടല്ലേ അങ്ങനെ ആ പരുവത്തിലാക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. പിന്നെ ഞാൻ ചോറ് റൈസ് കുക്കറിലാണ് വെക്കാറ് സാധാരണ. സാമ്പാർ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പോളം സാമ്പാർ പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും, പിന്നെ നല്ല ഫ്ലേവർ വരും കുറച്ച് കായപ്പൊടി ചേർത്താൽ, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്താൽ മതി. ഇതെല്ലാം ചേർത്തിട്ട് ഒരു 3 വിസിൽ വരെ വേവിക്കണം. എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി, ലിഡ് ഓപ്പൺ ചെയ്താൽ മതി. ഇത് നല്ല സൂപ്പർ സാമ്പാറാണ്. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. പെട്ടെന്ന് ആക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ചെയ്ത് നോക്കണേ. പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു തവീൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നല്ലോണം ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഉടച്ചു കൊടുക്കില്ല. നല്ല അതുപോലെ ചൂടോടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. തോരൻ വെക്കാൻ വേണ്ടി ഞാൻ 2 ചീരയും കൂടി ഒന്നിച്ചാണ് അരിയുന്നത്. അതായത് പാലക്കും മേത്തിയും. പാലക്ക് മാത്രം അരിഞ്ഞ് തോരൻ വെച്ചാൽ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഉണ്ടാവില്ലേ. അപ്പം ഞാൻ മേത്തി ലീവ്സും കൂടി ഇടുമ്പോൾ അതുപോലെ വരില്ല. അപ്പം ഞാനിത് രണ്ടും കൂടിയിട്ടാണ് എപ്പോഴും തോരൻ വെക്കാറ്.
മാത്രമല്ല മേത്തി ലീവ്സ് മാത്രം വെക്കുമ്പോൾ ഒരു കയ്പുണ്ടാകും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനും പാലക്കിന്റെ ലീവ്സും കൂടി ഒന്നിച്ചിട്ടാക്കുമ്പോൾ മാറ്റം വരും. പിന്നെ സാമ്പാറിൽ ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ചേർക്കുക. ഓരോരുത്തരെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എത്ര കഷ്ണങ്ങൾ വേണമെന്നുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് നല്ലോണം ഇടുന്നുണ്ട് കഷ്ണങ്ങൾ. ഇവിടെ എല്ലാവർക്കും സാമ്പാറിലെ കഷ്ണങ്ങൾ കഴിക്കാൻ ഇഷ്ടമാണ്. നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളിവെള്ളമില്ല, അത് ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഏതെങ്കിലും സാമ്പാർ പൗഡർ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക. വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ ഈസ്റ്റേണിന്റെ സാമ്പാർ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പരിപ്പ് വേവിച്ച കുക്കറില്ലേ, അതിൽ തന്നെ വേണമെങ്കിൽ ഇത് ചെയ്യാം, സാമ്പാർ കഷ്ണങ്ങൾ ഇടാം. ഞാനിപ്പോൾ ചട്ടിയിൽ അരിയുന്നത്. ചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ചട്ടി ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് നല്ലതുപോലെ വഴറ്റുക. ഒരു 3 മിനിറ്റ് നേരം വഴറ്റിയാൽ മതി. തീ വേണേ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക കേട്ടോ. 3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ വേവിക്കുക. ഇനി ഇത് കുക്കറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് 1 വിസിൽ അടിച്ചാൽ മതി. അതുവരെ അതിൻ്റെ പ്രഷർ പോകുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് വെന്തിട്ടുണ്ടാകും. വെജിറ്റബിൾസ് ഒക്കെ ഒരു 80% കുക്കാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പുളിവെള്ളത്തിൽ കലക്കിച്ച സാമ്പാർ പൗഡറില്ലേ, ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വെക്കാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാറുണ്ട്. എൻ്റെ അടുത്തൊന്ന് മറന്നു പോയതാണ്. നേരത്തെ ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ കടുക് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് വെണ്ടയ്ക്കില്ലേ, അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ 2 പ്രാവശ്യം ഇങ്ങനെ എണ്ണ ഒഴിച്ച് ചെയ്യേണ്ട ആ കാര്യം വരില്ല. അപ്പം ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഫസ്റ്റ് കടുക് പൊട്ടുന്നതിന് മുന്നേ വെണ്ടയ്ക്ക ഇട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇപ്പോൾ ഈ വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് വഴറ്റണേ. തിളച്ചു വന്ന സാമ്പാറിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുക. പിന്നെ മാത്രമല്ല നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കുക. ഒരു 3 മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ ചട്ടി ആയതുകൊണ്ട് എന്തായാലും പിന്നെയും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ചൂട് പോകുന്നവരെ. ഇനി നമുക്ക് സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചെന്ന് വെച്ചിട്ട് സാമ്പാറിന്റെ ഫ്ലേവർ ഒന്നും നഷ്ടമാവില്ല, നല്ല സൂപ്പർ ടേസ്റ്റ് കൂടുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകമില്ല, ചെറിയ ജീരകം, അതും പിന്നെ കുറച്ച് 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് താളിച്ചിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരോമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. സാമ്പാർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും സാമ്പാർ ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. പിന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കും, നാളെ രാവിലെ ദോശയാണ് എനിക്ക്. ഉപ്പേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകും പിന്നെ ചോറ് വെക്കുന്ന അരിയില്ലേ, അത് 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഈ ചോറ് വെക്കുന്ന അരി ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷൻ അല്ലാതെ.
ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളി നടുകെ പിളർന്നതും, ഒരു 6 വെളുത്തുള്ളിയിൽ നല്ലതുപോലെ ചതക്കിയതും, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, ഒരു വറ്റൽമുളക് ഇങ്ങനെ മുറിച്ചതും കൂടി ഇട്ടിട്ട് ഒരു നല്ലോണം വഴറ്റണം. വഴറ്റിയിട്ട് ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡൊന്നും ആകണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ മഞ്ഞൾപ്പൊടിന്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് ചൂടാക്കുക. തീ ലോ ഫ്ലെയിമിൽ മതി. എന്നിട്ട് ചീര അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുക. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ചീരക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ 1/4 കപ്പ് അല്ല, അതിനെക്കാട്ടി ഒരു ടേബിൾ സ്പൂണോളം അധികം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചീരക്ക് അധികം ഇടുന്നത് ഇഷ്ടമില്ലാത്തവര് ചേർക്കണം എന്നില്ല, നിർബന്ധമില്ല. 1/4 കപ്പ് തന്നെ ചേർത്താൽ മതി. എന്നിട്ട് ഇത് ചീരയുടെ മിക്സിന്റെ മുകളിലേക്ക് ഇടുക. എന്നിട്ട് നല്ലതുപോലെ മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. വീണ്ടും തട്ടിപ്പൊത്തിയിട്ട് ചീര നടുക്കോട്ടാക്കി വെച്ചിട്ട് മൂടിയിട്ട് ഒരു 3 മിനിറ്റും കൂടി വേവിക്കുക. എന്നിട്ട് അതിനുശേഷം 1 മിനിറ്റോളം ഇങ്ങനെ മൂടി തുറന്നിട്ട് ചീര വിടർത്തി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ചീരത്തോരനായി. മജ്ജിക പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ കുക്കുംബറില്ലേ, മദ്രാസ് കുക്കുംബർ, അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് 1 കപ്പ് വെള്ളത്തിൽ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടില്ലേ, ഫ്രഷ് കോക്കനട്ടാണ്, അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 പച്ചമുളകും ഒരു 1/2 ഇഞ്ച് പീസ് വീതിയുള്ള ഒരു ഇഞ്ചിന്റെ കഷ്ണവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് ചനാദാള് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സിയിൽ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. അരക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി മിക്സിയിൽ ഒഴിക്കണം. വേകാൻ വെച്ച വെള്ളരിക്ക അപ്പോഴേക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കണം. ഇത് ഒഴിച്ചു കറി പോലെയല്ല ആക്കുന്നത്, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പം അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഈ ചേർത്ത അരപ്പില്ലേ അതൊന്ന് വേകാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കണം. അരപ്പിന്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് 1 കപ്പ് തൈര് വിസ്ക് കൊണ്ട് ഇങ്ങനെ വിസ്ക് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കണം. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നല്ലോണം അടിച്ചെടുത്താലും മതി. തൈര് ചേർത്ത പാടെ തന്നെ തീ ഓഫ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ താളിച്ചിട്ടാൽ മതി. ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നല്ലതുപോലെ പൊട്ടുമ്പോൾ അതിലേക്ക് 1 പച്ചമുളക് കീറിയതും നടുകെ കീറിയതും പിന്നെ 3 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കുറച്ച് കായപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിക്കുക. അങ്ങനെ കറികളൊക്കെ റെഡിയായി. ഇനി ലഞ്ച് കഴിച്ചാൽ മതി. ഞാനൊരു പെപ്പർ ബട്ടർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, മറ്റൊരു ദിവസം കാണിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.